നമസ്കാരം. കൊട്ടാരക്കരയിലുണ്ടായ ടിപ്പർ അപകടം 3 കുരുന്നുകളുടെ ജീവനാണ് നഷ്ടപ്പെടുത്തിയത്. അത് വെറുതെ സംഭവിച്ചതല്ല, ഗുരുതരമായിട്ടുള്ള അനാസ്ഥയുടെ ഭാഗമായിട്ടുണ്ടായ അപകടമാണെന്ന് മനസ്സിലാക്കുകയാണ്. സ്കൂൾ ടൈമിൽ ടിപ്പറുകൾ മണ്ണടിക്കുകയാണ്. കേരളത്തിൽ കഴിഞ്ഞ 1 മാസത്തിനിടെ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. സർക്കാർ മേഖലകളിലെ ഈ വകുപ്പുകളെല്ലാം, അത് ആരോഗ്യ വകുപ്പാകട്ടെ, മോട്ടോർ വാഹന വകുപ്പാകട്ടെ, KSRTC ആകട്ടെ, സകല മേഖലയിലും കുത്തഴിഞ്ഞ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഒരു സിസ്റ്റമാറ്റിക്കായി പ്രവർത്തിച്ചിരുന്നതാണ് ഈ അപകടത്തിൽപ്പെട്ട വാഹനം. അതായത് ഇപ്പോൾ ഈ സർക്കാർ വന്നതുകൊണ്ടാണോ ഈ അപകടം നടന്നതെന്ന് ചോദിക്കുമ്പോൾ, ഏത് സർക്കാർ ഇരുന്നാലും അപകടം ഉണ്ടാകും. പക്ഷെ അപകടം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ആ വാഹനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അതിൽ GPS ഇല്ല, ഡ്രൈവർക്ക് എക്സ്പീരിയൻസ് ഇല്ല, ലൈസൻസ് ഉണ്ടോ എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. സ്കൂൾ ടൈമിൽ മണ്ണെടുക്കാൻ പാടില്ല എന്ന ശക്തമായ നിയമമുണ്ട്, പരിശോധിക്കാൻ ആളില്ല. അപ്പോൾ എന്താണ്, ഉദ്യോഗസ്ഥരുമായിട്ട് സെറ്റിൽമെന്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുമായി ഡീൽ ഉണ്ടാക്കിയതിന് ശേഷം അവർ സ്കൂൾ ടൈമിൽ മണ്ണടിക്കുകയാണ്. കാര്യം ഈ വേലി തന്നെ വിളവ് തിന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു, ചിരിക്കുന്നവർ വന്നു കഴിഞ്ഞു, അവർ എല്ലാ കാര്യത്തിലും ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള അപകടമാണ് ഈ നാട്ടിൽ നടക്കുന്ന ചില സംഭവങ്ങൾ. കഴിഞ്ഞ ഗതാഗത മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാറിന്റെ കാലഘട്ടത്തിൽ GPS സംവിധാനം, ഈ സ്പീഡ് ഗവേണൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ കടുത്ത നടപടികളെടുത്ത് ഒരുവിധം കാര്യങ്ങളെല്ലാം നിയന്ത്രണാവിധേയമായിരുന്നു. അപകടങ്ങൾ ഉണ്ടായില്ല എന്നല്ല, പക്ഷേ ഇത്തരമൊരു അപകടം, അത് നിയമം ലംഘിച്ചുകൊണ്ട് സ്കൂൾ ടൈമിൽ മണ്ണെടുക്കാൻ അനുമതി കൊടുത്തത് ആരാണ്? സർക്കാർ സംവിധാനമാണോ? ആ സംവിധാനം വരുത്തിയ പാളിച്ചയാണ് ആ 3 കുരുന്നുകളുടെ ജീവൻ എടുത്തത്. കൊടുക്കാൻ പറ്റും സാർ. ആ സമയത്ത് ഇവര് വണ്ടി വാഹനം കാണിച്ച സമയത്ത് ഈ ടയറാണോ അതിനുശേഷം അവർ ടയർ മാറിയിട്ടുള്ള കാര്യം നമുക്കറിയത്തില്ല. കാരണം 2 മാസം കഴിഞ്ഞിരിക്കുന്നു. കൊടുക്കുമ്പോൾ നല്ല ടയറാണെങ്കിൽ പിന്നെ മോശം ഇതൊരു മാഫിയാണ്. ഇത് മാസപ്പണി കൈപ്പറ്റുന്ന സംസ്ഥാന ഉദ്യോഗസ്ഥനായിരിക്കും, ജില്ലാ ഉദ്യോഗസ്ഥൻ. ഞങ്ങൾ കൊട്ടാരക്കരയിൽ മണ്ണ് മാഫിയുടെ അതിപ്രസരമാണ്. ഈ ജീവനുകൾ പണയം വെച്ചാണ് മാഫിയാണ്. എന്തെങ്കിലും ഒരു അപകടം കുട്ടികൾ വരയ്ക്കുമ്പോൾ മാത്രം ഇങ്ങനെ വന്നോണ്ട് ഈ വണ്ടിക്ക് 10 ദിവസം ചെക്കിംഗ് കാണും. ആവർത്തനമാണ്. ഇത് ശക്തമായി ഞങ്ങൾ ഈ സമയത്ത് പ്രതിഷേധിക്കല്ല ഞങ്ങൾ ചെയ്യേണ്ടത്. പക്ഷേ വലിയ ദുരന്തം ഞങ്ങൾ നാട് മുഴുവൻ ഞെട്ടലോടെ നിൽക്കുക. ആ ഒരു വണ്ടി സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് കൊടുത്ത സമയത്ത് ക്വാളിറ്റി ഇല്ലാന്ന് ബോധ്യപ്പെട്ടാൽ നിർബന്ധമായിട്ട് ഇവിടെ നിന്നുകൊണ്ട് ആ വെഹിക്കിളിന് ഫിറ്റ്നസ് കൊടുത്ത ഉദ്യോഗസ്ഥർ സസ്പെൻഡ് ചെയ്യാൻ അടിയന്തരമായിട്ട്. അതാണ് സാർ ചെയ്യേണ്ടത്. ഞങ്ങളുടെ കണ്ണിൽ പൊടിയുടെ അല്ല വേണ്ടത്. സാർ ഉദ്യോഗസ്ഥനാണ്, ഞങ്ങൾ ബഹുമാനത്തോട്. ഇത് ഈ മോട്ടോർ വാഹന വകുപ്പ് വളരെ അനാസ്ഥപരമായിട്ടുള്ള കാര്യങ്ങളാണ്. കൊട്ടാരക്കരയിൽ കൈക്കൂലി വാങ്ങിച്ചിട്ടുള്ള പരിപാടി, മണ്ണ് മാഫിയക്ക് സഹായം ചെയ്തു കൈക്കൂലി വാങ്ങിച്ചിട്ട് ഫിറ്റ്നസ് കൊടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥ ഉണ്ടായിരുന്നു. ആ ഉദ്യോഗസ്ഥയും കരുനാപ്പള്ളി ഉദ്യോഗസ്ഥരടക്കം കൊട്ടാരക്കരയിൽ മാഫിയുണ്ട്. ഈ മാഫിയയുടെ നടപടിയാണ്. അല്ലല്ല ഈ അടിയന്തരമായി മുഴുവൻ വണ്ടികളും പിടിക്കുക. സാർ ഇപ്പൊ സാറിന് വ്യക്തമായിട്ടുണ്ട്. ഈ വണ്ടിക്ക് ഫിറ്റ്നസ് കൊടുത്ത ഉദ്യോഗസ്ഥനെ സാറിന് അറിയാമോ? ആ പേര് സാറിന് ആ പേര് പറയൂ. അയാളെ സസ്പെൻഡ് ചെയ്യോ? അല്ലെങ്കിൽ ഞങ്ങൾ ഇരച്ചകയറും. ഞങ്ങൾ അങ്ങോട്ട് ഇരച്ചകയറും. നാളെ ഇവിടെ കൊട്ടാരക്കര എല്ലാത്തിനും പൂട്ടിയിടും. ഒരു കാര്യം കൂടെ, ഈ കൊട്ടാരക്കര ആർടി ഓഫീസിലെ എല്ലാ കാര്യവും ഞാൻ ഒരു മോശം സംഭവം സാറേ, ബഹളമെന്ന് വെച്ചാൽ മരണം മൂന്ന് മരണം സംഭവിച്ചില്ല, കുട്ടികളടക്കം ഉള്ളത്. അതാണ് വീട്ടുകാരുടെ നഷ്ടം നികത്താനൊന്നും ആർക്ക് കഴിയില്ല. നല്ലേ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി യാത്ര പറഞ്ഞിറങ്ങിയ കുട്ടികളാണ്. എങ്ങനെ ആ വീട്ടുകാർ സഹിക്കുമെന്നാണ്. ഈ അധികാരത്തിൽ ഇരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, ഇപ്പോ കിട്ടിയതിന്റെ ഒരു വല്ലാത്ത ഭ്രമിച്ച് നടക്കുകയാണ്. ആരോഗ്യ മേഖലയിൽ
കഴിവുകേടിന്റെ ഭാഗമായിട്ട് 87 പേർക്കാണ് കഴിഞ്ഞ 1 മാസത്തിനിടയിൽ ജീവൻ നഷ്ടമായത്. ആരാണ് ഉത്തരവാദി? ആരാണ് സിസ്റ്റത്തെ നയിക്കുന്നവർ? അവർക്ക് ഇതിലൊന്നും ഉത്തരവാദിത്വമില്ലേ? അപകടങ്ങൾ ഉണ്ടാകും, പക്ഷേ അപകടങ്ങൾ ഉണ്ടാകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്, അതായത് ഇതൊക്കെ നിയന്ത്രിക്കപ്പെടാമായിരുന്നു. രാവിലെ, അതായത് 7 മണിക്ക് ശേഷം അത്തരം വാഹനങ്ങൾ ഇറങ്ങണ്ട, 11 മണിക്ക് ശേഷം നിങ്ങൾ സർവീസ് നടത്തിയാൽ മതി എന്ന തീരുമാനം ഈ നാട്ടിൽ നിലനിൽക്കെ അത് അനുവദിച്ചു കൊടുത്തിരിക്കുന്നു. ആ വാഹനം കടന്നു വന്ന വേഗത, സ്കൂളിൽ പോകാൻ ബസ് കാത്തുനിന്ന കുട്ടികൾക്ക് മേലെ ഇത് ഇടിച്ചു മറിയുകയാണ്. വന്ന വേഗത്തിൽ, അതായത് എത്രയും പെട്ടെന്ന് മണ്ണടിച്ച് തീർക്കുക, അടുത്ത ലോഡ് എടുക്കുക എന്നുള്ളതാണ്. അത് കൊട്ടാരക്കരയുള്ള വണ്ടിയല്ല, അത് കരുനാഗപ്പള്ളിയിലുള്ള വണ്ടിയാണെന്നൊക്കെ ചിലരുടെ പ്രതികരണങ്ങൾ കേൾക്കാനിടയായി. അതായത് യഥേഷ്ടം ആർക്കും എന്തും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇഷ്ടക്കാരെ പലയിടങ്ങളിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പോസ്റ്റ് ചെയ്തവർക്കൊക്കെ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഇന്നലകളിൽ നടന്നതുപോലെ അല്ല, ഇനി നമുക്കിത്തി വിശ്രമിക്കണം, നമുക്ക് നമ്മുടേതായിട്ടുള്ള പോക്കറ്റ് വീർപ്പിക്കണമെന്ന തരത്തിലേക്ക് സർക്കാർ ഉദ്യോഗസ്ഥരുടെ കൂടി മനോഭാവം മാറിയതിൻ്റെ ഭാഗമാണ് ഈ അപകടം. കാര്യം, ഒരു സിസ്റ്റം കൃത്യമായി പ്രവർത്തിച്ചു വന്ന സന്ദർഭത്തിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പരിധിവരെ നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പിനെതിരെ ഗണേഷ് കുമാർ പലകുറി പല സന്ദർഭങ്ങളിൽ ശക്തമായ നടപടികൾ സ്വീകരിച്ചിരുന്നു. ആ നടപടികൾ ഭയന്ന് പലരും കൃത്യമായി പ്രവർത്തിക്കാൻ തുടങ്ങിയ സന്ദർഭത്തിലാണ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന് അടുത്ത സർക്കാർ അധികാരത്തിലേക്ക് വരുന്നത്. അതോടുകൂടി ഉദ്യോഗസ്ഥർക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു അവസ്ഥയാണ്. ഇനി എന്തും ചെയ്യാം, എങ്ങനെയും പ്രവർത്തിക്കാം, ആര് ചോദിക്കാൻ, ആര് പറയാൻ. ആ അവസ്ഥയുടെ ബലിയാടുകളാണ് ആ 3 കുട്ടികളെന്ന് പറയേണ്ടി വരികയാണ്. ഇത് അവരുടെ വീട്ടിലേക്കൊന്ന് വെച്ച് ആലോചിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു നിയമവിരുദ്ധ പ്രവർത്തനത്തിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടിയാണ് എടുക്കേണ്ടത്. രാവിലെ 8 മണിക്ക് ശേഷം സർവീസ് നടത്താൻ പാടില്ല, അല്ലെങ്കിൽ മണ്ണെടുക്കാൻ പാടില്ല, ടിപ്പറുകളുടെ സർവീസ് പാടില്ല എന്ന നിയമം നിലനിൽക്കെ അതൊന്നും ഇപ്പോൾ ഇവർക്ക് പ്രശ്നമല്ലാതായി മാറിയത് എന്തുകൊണ്ടാണെന്നുള്ളൊരു ചോദ്യം ഉയരണ്ടേ? ആ ചോദ്യം ഉയർന്നെടുത്താണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പലയിടങ്ങളിലും ഗുരുതരമായിട്ടുള്ള അലംഭാവം ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഓരോ ഇടങ്ങളിലും അവർക്ക് വേണ്ടപ്പെട്ടവരെ നിയമിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെ വേണമോ പ്രവർത്തിക്കാം, ഞങ്ങൾക്ക് വലിയ നടപടിയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, ഞങ്ങളുടെ സംഘടനയാണ് ഭരിക്കുന്നു എന്ന മനോഭാവത്തിൽ ഇരിക്കുമ്പോൾ അത് എങ്ങനെയാണ് ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്നതിൻ്റെ തെളിവായിട്ട് വേണം ആ സംഭവത്തെ കാണേണ്ടത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർ അനുമതി കൊടുത്തവർക്കെതിരെയെല്ലാം ശക്തമായ നടപടി എടുത്തേ മതിയാകുള്ളൂ. അല്ലാതെ ഒരു ഉത്കണ്ഠയും അതുമായി ബന്ധപ്പെട്ട് ദുഃഖം രേഖപ്പെടുത്തി പോകുക അല്ല ഉത്തരവാദിത്തമെന്ന് പറഞ്ഞു വെക്കുകയാണ്.